പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ പകൽ കടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് റമദാനിന് മുമ്പ്. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ ശഅബാനെ നമുക്ക് എങ്ങനെ യാത്രയാക്കാം? നമുക്കൊന്ന് കേട്ടാലോ? ശഅബാനെ നമ്മൾക്ക് എങ്ങനെ യാത്രയാക്കാം? പല ആളുകളും ചോദിച്ചേക്കാം, വെള്ളിയാഴ്ച രാവിന് വലിയ മഹത്വമുണ്ടല്ലോ, തിങ്കളാഴ്ച രാവിനും പകലിനും മഹത്വം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ മഹത്വങ്ങൾ, ഒരു 3 മഹത്വങ്ങളുണ്ട്. തിങ്കളാഴ്ച രാവിനും പകലിലുമുള്ള ഒരു 3 മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കതെന്താണെന്നൊന്ന് കേൾക്കാം. ശഅബാനിലും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ റജബിലും നമ്മൾ ഒരുപാട് ബറക്കത്തിന് ചോദിച്ചവരാണ്. എങ്ങനെയാണ് ബറക്കത്ത് നമുക്ക് ജീവിതത്തിൽ കിട്ടുക? ബറക്കത്ത് കിട്ടാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും അശ്രദ്ധമായി പോകുന്ന കാര്യം. അതെന്താണെന്നൊന്ന് കേട്ടാലോ? ബറക്കത്ത് കിട്ടാൻ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. എങ്ങനെയാണ് ഉസ്താദ് ഈ ബറക്കത്ത് കിട്ടാൻ ദുആരക്കേണ്ടത്? ഒരു ചെറിയൊരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും കൂടി ആ ദുആയൊന്ന് പറയാം. ഏതാണ് ആ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. ശഅബാനു ഷഹരി, എൻ്റെ മാസം എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ശഅബാൻ മാസത്തിൽ മുത്ത് നബിതങ്ങളുടെ പേരിൽ നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലാം. അതിനു മുമ്പ് ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ആ സ്വലാത്തിൻ്റെ. ആദ്യം ആ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത കേൾക്കാം, ശേഷം ആ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ചെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മൾ കരുതുന്നുണ്ടോ അത് വേഗത്തിൽ അല്ലാഹു അടുപ്പിച്ചു നൽകുമാറാവട്ടെ. എന്തെല്ലാം ഷർറ് ബലാ മുസീബത്തുകളുണ്ടോ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസം, നാളെ പകൽ നമ്മൾ ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട, ഇനി വരുന്ന റമളാനിലേക്ക് നമ്മൾ പ്രത്യേകം കരുതി വെക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. തിങ്കളാഴ്ചക്ക് എന്ത് മഹത്വമാണ് ഉസ്താദേ ഉള്ളത്? വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, പവിത്രതകളുണ്ട്. വെള്ളിയാഴ്ച ജുമാ ദിവസം അതൊക്കെ വളരെയധികം പുണ്യമാക്കപ്പെട്ട സമയങ്ങളാണ്, ദിവസങ്ങളാണ്. ഈ തിങ്കളാഴ്ച ദിവസത്തിന് എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത് എന്നാർക്കെങ്കിലും ഒരു സംശയമുണ്ട് എങ്കിൽ തിങ്കളാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സ്വഹാബിമാരിൽ ഭൂരിഭാഗം, എല്ലാവരും എന്ന് തന്നെ പറയാം, സ്വഹാബിമാരും സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്ന 2 ദിവസങ്ങളിൽ ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, രണ്ടാമത്തേത് വ്യാഴാഴ്ച ദിവസമാണ്. ഈ 2 ദിവസങ്ങളിൽ അവർ എല്ലാവരും പ്രത്യേകം സുന്നത്ത് നോമ്പ് പിടിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസത്തിലാണ് ജനിക്കപ്പെട്ടത്. നബിതങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. യാത്ര പോവാൻ ഏറ്റവും നല്ല ദിവസം അത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുബ്ഹിക്ക് ശേഷമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിൽ വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു വെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഏത്? തിങ്കളാഴ്ച ദിവസം, പ്രത്യേകിച്ച് തിങ്കളാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അപ്പോൾ പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത്. പകലിതാ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇനി ഏതാനും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. പുണ്യമായ റമളാൻ കടന്നു വരുന്നു. ഷറഫാക്കപ്പെട്ട ശഅബാൻ വിട പറഞ്ഞു പോകുന്നു. അള്ളാഹു ഇതിനു മുമ്പ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ റജബ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നിലനിൽക്കുന്ന ശഅബാൻ അള്ളാഹു പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ. വരുന്ന റമളാൻ, ആ റമളാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആമീൻ. എപ്പോഴും ദ്വാരക്കണം. ഈ ശഅബാനിൻ്റെ അവസാനത്തെ സമയങ്ങളിൽ
മഹാന്മാരായ മുൻഗാമികൾ ഒരുപാട് കണ്ട് ദുആ ചെയ്തു. എപ്പോഴും ദുആ, അല്ലാഹുവേ ബല്ലിഗ്നാ റമളാൻ, ബല്ലിഗ്നാ റമളാൻ, ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണേ, റമളാനിലേക്ക് എത്തിക്കണേ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവനിക്ക് വലിയ മഹത്വമാണ്. ആ റമളാൻ കിട്ടിക്കഴിഞ്ഞ് ആ റമളാനിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ, ആ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ഇപ്പോഴേ നമ്മൾ ദുആ ചെയ്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് കണ്ട് ദുആ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ബറക്കത്ത് തരണേ, റമളാനിലേക്ക് എത്തിക്കണേ. ആ ശഅബാനിൽ നമ്മൾ ചോദിച്ച ബറക്കത്ത്, റജബിൽ നമ്മൾ ചോദിച്ച ബറക്കത്ത്. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുക, അതിനാണ് ബറക്കത്ത് എന്ന് പറയുക. ഉള്ള കാര്യങ്ങൾ, കുറച്ച് പൈസയേ ഉള്ളൂ, ആ ഉള്ള പൈസ കൊണ്ട്, കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും തികയുക. 2 മക്കളുണ്ട്. ആ 2 മക്കൾ അൽഹംദുലില്ലാ വാപ്പച്ചിയാകുന്ന എന്നെ, ഉമ്മച്ചിയാകുന്ന എന്നെ സുന്ദരമായി നോക്കുന്നു. 10 മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, എങ്കിൽ അതിൽ ബറക്കത്തില്ല. ഒരുപാട് പൈസയുണ്ട്, ഒന്നും ഉപയോഗപ്പെടുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്ന പൈസ എങ്ങനെ പോകുന്നു, ചിലവായി പോകുന്നു എന്നറിയില്ല, അതിലൊരു ബറക്കത്തില്ല. കുറച്ച് പൈസയേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ കാര്യവും റാഹത്തായി പോകുന്നു, എങ്കിൽ ആ പൈസയിൽ ബറക്കത്തുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളിൽ ബറക്കത്ത് നമ്മൾ ചോദിക്കേണ്ട സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ വാഹനം, എല്ലാ കാര്യത്തിലും നമ്മൾ ബറക്കത്ത് കൂടുതൽ ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് പകൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ നമ്മുടെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് ആ ഒരു ദുആ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് ഈ ഒരു സദസ്സ് നമുക്ക് പിരിയാം. പിന്നെ ഈ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, അത് ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. പിന്നെ തിങ്കളാഴ്ച നോമ്പ്, നാളെ തിങ്കളാഴ്ച ദിവസമാണ്. സുന്നത്ത് നോമ്പ് പിടിക്കൽ വളരെയധികം ശ്രേഷ്ഠമായ സന്ദർഭമാണ്, ദിവസമാണ്. എന്നാൽ നാളെ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ എനിക്ക് വരുന്ന റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റൂല എന്ന് ഒരു മനുഷ്യന് ഉറപ്പായാൽ പിന്നെ അവൻ പിടിക്കാൻ പാടില്ല. നാളെ ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ വരുന്ന റമളാനിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല, ഞാൻ കിടന്നു പോകും, അവശനായി പോകും, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ നോമ്പ് പിടിക്കാൻ പാടില്ല. ശഅബാനിൻ്റെ അവസാനത്തെ സുന്നത്തായ നോമ്പുകൾ, അതായത് ശഅബാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലുള്ള നോമ്പുകൾ പിടിച്ചാൽ റമളാനിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല എന്നൊരു മനുഷ്യന് മനസ്സിലായാൽ അവൻ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാവട്ടെ, ഇത് പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ തിങ്കളാഴ്ച പകൽ വരികയാണ്. അപ്പോൾ നോമ്പ് പിടിക്കാനുള്ള ആളുകൾ നോമ്പ് പിടിക്കുക. എങ്ങനെ? അല്ലാഹുവേ ശഅബാൻ മാസത്തിൻ്റെ ഒരു സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു, അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു. പിന്നെ ഈ ഉമ്മമാർക്കൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ ഒരുപാട് ഖളാ ആയ നോമ്പുണ്ടാകുമല്ലോ, ആ നോമ്പ് ഏതായാലും ഖളാ വീട്ടേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു നിയ്യത്തും കൂടി വെക്കുക. നഷ്ടപ്പെട്ടു പോയ റമളാനിലെ ഒരു ഫർളായ നോമ്പും കൂടി ഞാൻ പിടിക്കുന്നു എന്ന് 3 നിയ്യത്ത് വെക്കാം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശഅബാൻ അവസാനത്തെ ഞായറാഴ്ച ദിവസമാണ്. അതായത് റമളാൻ വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഞായറാഴ്ചയാണ് ഇന്നത്തെ ഈ ദിവസം. കലാശക്കൊട്ട എന്ന് പറഞ്ഞാൽ ഇനി 1 മാസത്തോളം റമളാനാണല്ലോ, നോമ്പാണല്ലോ, കല്യാണങ്ങൾ നമ്മൾ വെക്കാറില്ല, നിശ്ചയം വെക്കാറില്ല, പെരതാമസം വെക്കാറില്ല. അതൊക്കെ ഇനി ശവ്വാൽ മാസത്തിലാണ്. പ്രത്യേകിച്ച് കല്യാണങ്ങളുടെ പൊടിപൂരമായിരിക്കും ശവ്വാൽ മാസത്തിൽ വരുന്നത്. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഈ റമളാനിന് മുമ്പുള്ള ലാസ്റ്റ് ഞായറാഴ്ച ഇന്നായതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാകും. അതുപോലെ പെരതാമസം, നിശ്ചയം, വീട് കൂടൽ, വീട് കയറി താമസം, രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ പല സ്ഥലത്തും പലതാ പറയുന്നത്. പെരകേറി താമസം, പൊറുതിയാവുക, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. എന്തുമാവട്ടെ, അങ്ങനെ ഫംഗ്ഷനുകൾ ഒരുപാട് കണ്ട് വെക്കുന്ന ഒരു ദിവസമാണ്, വെച്ചിട്ടുള്ള ദിവസമാണ് ഇന്ന്. ചില ആളുകളൊക്കെ അടിച്ചു പൊളിച്ച് കുടുംബത്തോടൊപ്പം ടൂറ് പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോകാനിരിക്കുന്നവരുണ്ടാകും. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, വൈകുന്നേരം ചിലപ്പോൾ ബീച്ചുകളിൽ പോകാൻ തയ്യാറായവർ, പാർക്കിൽ പോകാൻ തയ്യാറായവർ, അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്തുമാവട്ടെ, പക്ഷേ നമ്മൾ ഇത് പരിശുദ്ധമായ ശഅബാൻ
റമളാനിലാണെന്ന ബോധ്യം ഉണ്ടാവണം. റമളാനാണ് വരുന്നതെന്നുള്ള വലിയ തെളിഞ്ഞ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ ഒരു ഹുർമത്ത് വിട്ടിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അടിച്ചു പൊളിച്ച് റമളാനല്ലേ വന്നത്, ഇപ്പോൾ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തിട്ട് റമളാനിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള നിലയിലല്ല. ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാലാണ് വരുന്ന റമളാൻ നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. പരിശുദ്ധമായ ശഅബാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. മാത്രമല്ല ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിൻ്റെ വാർഷിക മാസമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കുറച്ച് സ്വലാത്ത് എല്ലാവർക്കും കൂടി ചൊല്ലാം. അതിനു മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് പ്രതിഫലമാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഖദ് ഫതഹ അലാ നഫ്സിഹി 70 ബാബം മിനർ റഹ്മാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് എന്ത് കിട്ടും? 70 റഹ്മത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ്. അള്ളാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് ബാക്കിയായ ഹദീസിൽ പറയുന്നു, വഅൽഖാ മഹബ്ബതഹു ഫീ ഖുലൂബിന്നാസ്. ഈ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഈ സ്വലാത്ത് ചൊല്ലുന്നവരോട് ഇഷ്ടവും സ്നേഹവും ഒരുപാട് ഉണ്ടാകുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ചൊല്ലിയാൽ 70 റഹ്മത്തിൻ്റെ കവാടം തുറക്കപ്പെടും. മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മെപ്പറ്റി നല്ലത് ചിന്തിക്കാൻ അത് കാരണമാകും. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകാർ, ഇവരുടെ ഹൃദയങ്ങളിൽ നമ്മെപ്പറ്റി നല്ല ചിന്തയുണ്ടാകും. അതല്ല വേണ്ടത്, നല്ല ചിന്തയുണ്ടാകും. മാത്രമല്ല എത്രയോ പാപങ്ങളാണ് നമ്മൾ ചെറുതും വലുതുമായി ചെയ്തു പോകുന്നത്. റമളാൻ ഇതാ കടന്നു വരികയാണ്. ആ റമളാനിന് മുമ്പ് തന്നെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കേണ്ട ഒരു ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ സ്വലാത്ത്, ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ഒരുപാട് വട്ടം ഈ റമളാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഒരുപാട് വട്ടം പറയേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. നമ്മുടെ പദവികൾ അല്ലാഹു ഉയർത്തും. നമുക്ക് അല്ലാഹു ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തും. നമ്മുടെ മനപ്രയാസങ്ങൾ, നമ്മുടെ ടെൻഷൻ, നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ മാനസികമായ ക്ലേശങ്ങൾ അല്ലാഹു മാറ്റിത്തരും. പിന്നെയോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്തിന് അർഹനായി മാറും. അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു വലിയ കാവൽ നൽകും. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കും. സ്വപ്നത്തിൽ മുത്തുനബിയെ കാണാൻ, സലാം പറയാൻ, മുസാഫഹ ചെയ്യാൻ അള്ളാഹു നമുക്ക് വലിയ അവസരം നൽകും. മാത്രമല്ല പറ്റിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക, അതിനെ തൊട്ട് അള്ളാഹു കാക്കും. മറവി രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കും. പരീക്ഷ എഴുതുന്ന മക്കളുണ്ടല്ലോ, ആ പരീക്ഷയിൽ അള്ളാഹു ഉന്നതമായ വിജയം നൽകും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി ആ സ്വലാത്ത് ഒന്ന് പറയണം. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സ്വലാത്ത് ഇപ്പോൾ മാത്രമല്ല, ഈ വീഡിയോയിൽ പറയുമ്പോൾ മാത്രമല്ല, ഇനിയുള്ള ശഅബാനിൻ്റെ ഈ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ദുആ രക്കണം. എന്തിന്? ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. രണ്ടാമത്തേത് ഒരുപാട് സ്വലാത്തുകൾ പറയണം. പിന്നെയോ മൂന്നാമത്തേത് റമളാനിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. ഇൻഷാ അല്ലാഹ് സ്വലാത്തും ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ നമുക്ക് പറയാം. അതുപോലെ മാനസികമായി നമ്മൾ തയ്യാറാവണം. റമളാനിനെ സ്വീകരിക്കാൻ ഒരു സന്തോഷം മനസ്സിലുണ്ടാവണം. പിന്നെയോ കുടുംബ ബന്ധം നമ്മൾ ചേർക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധം ചേർക്കാതെ ഉമ്മയുമായി പിണങ്ങിക്കഴിയുന്ന മക്കൾ, ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്നവർ, ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്നവർ, മക്കളുമായി പിണങ്ങിക്കഴിയുന്നവർ, സഹോദരി സഹോദരന്മാർ, അയൽവാസികൾ, കുടുംബക്കാർ, ഏത് പിണക്കമാണെങ്കിലും അതൊക്കെ ഒന്ന് സലാം പറഞ്ഞെങ്കിലും ഒന്ന് തീർക്കണേ. ഇല്ലെങ്കിൽ ഈ വരുന്ന റമളാൻ നമുക്ക് നഷ്ടമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. നമ്മളോട് ഇങ്ങോട്ട് വേണ്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഒരു അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ഭാഗം ക്ലിയർ ആവും. നമ്മുടെ ഭാഗം ക്ലിയറായി. ഈ പിണക്കം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു അമൽ ചെയ്തിട്ടും കാര്യമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസലാവാനും നമുക്ക് എല്ലാവിധ ഖൈറുകൾ ഉണ്ടാവാനും ഈ സ്വലാത്തുകളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ മറ്റൊരു രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബ ബന്ധം നമ്മൾ വിച്ഛേദിക്കുന്നതിലൂടെ അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്ത് പറയാൻ പോകുന്നു. പരിശുദ്ധമായ പരിപാവനമായ ഈ ശഅബാനിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നാളെ പകൽ കടന്നു വരികയാണ്. നാളത്തെ നോമ്പിൻ്റെ കാര്യം മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ ഒരുപാട് സ്വലാത്തുകൾ പറയേണ്ട സമയമാണ്, സന്ദർഭമാണ്. അതുപോലെ ഒരു ദുആ ഇൻഷാ അല്ലാഹ് ദുആ പറഞ്ഞു തരാം. അതായത് നമ്മൾ റജബിലും ശഅബാനിലും അള്ളാഹുവിനോട് എന്താ ചോദിച്ചത്? ബറക്കത്തിന് ചോദിച്ചു. ഈ ബറക്കത്ത് എങ്ങനെ കിട്ടും? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബറക്കത്ത് കിട്ടും. അതിൽപ്പെട്ടതാണ് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. എങ്ങനെയാണ് ദുആ ആരക്കേണ്ടത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ നീ ബറക്കത്ത് തരണം. എന്തിൽ? ഫീ ഹയാത്തിന ഞങ്ങളുടെ ജീവിതത്തിൽ, ഈ ദുന്യവിയായ ജീവിതത്തിൽ ബറക്കത്ത് വേണം. പിന്നെയോ വ മമാതിന ഞങ്ങളുടെ മരണത്തിലും നല്ല മരണം വേണം. പിന്നെയോ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ വ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ ആക്കണേ, കൺകുളിർമയാകുന്ന ഭർത്താക്കന്മാരാക്കണേ, നല്ല സന്താനങ്ങളാക്കണേ. ഉമ്മമാരെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വരിക. പിന്നെയോ വ ഔലാദിന അല്ലാഹു ഞങ്ങളുടെ മക്കളെ എല്ലാം കണ്ണിന് കുളിർമയാക്കണേ. അപ്പോൾ ഇതിപ്പോ തന്നെ പറഞ്ഞ് എല്ലാവരും ഒരു 11 പ്രാവശ്യം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഹയാതിനാ വ മമാതിനാ വ അസ്വാജിനാ വ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു ദുആ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. എപ്പോഴും നമ്മൾ ദുആ ചെയ്താലും ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് സ്വലാത്തിലേക്ക് കടക്കാം. പരിശുദ്ധമായ ശഅബാൻ, സ്വലാത്തിൻ്റെ മാസം. പ്രത്യേകിച്ച് സ്വലാത്ത് ആരുടെ മേലാണ് നമ്മൾ ചൊല്ലുന്നത്? മുത്തുനബി തങ്ങളുടെ മേൽ. മുത്തുനബി എപ്പോഴാണ് ജനിച്ചത്? തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ആ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കി ഒരു സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരിമാരോട് വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പരീക്ഷ എളുപ്പമാവാൻ, നിങ്ങളുടെ ഇൻ്റർവ്യൂ എളുപ്പമാവാൻ, ജോലിക്കാര്യം ശരിയാവാൻ, വിവാഹകാര്യം ശരിയാവാൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവാൻ സ്വലാത്ത് നിത്യമാക്കുക. ഏതാണ് ആ സ്വലാത്ത്?
اللهم صل على سيدنا محمد اللهم صل عليه وسلم. സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 33 പ്രാവശ്യം ചൊല്ലാം. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. اللهم صل على سيدنا محمد اللهم صل عليه وسلم. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റുകളെ, ദുആകളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുക. ശഅബാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ശഅബാൻ 15-ന്റെ അന്ന്, ബറാഅത്ത് രാവിന്റെ അന്ന് നമ്മൾ കൂട്ടമായി യാസീൻ ഓതിയവരാണ്, ദുഹാൻ ഓതിയവരാണ്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. അതോടൊപ്പം തന്നെ
ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷനായി നമ്മുടെ മൊബൈലിൽ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഒരുപാട് പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എഴുതുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള അത് കമൻറ്റ് എഴുതാൻ അറിയാത്ത ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിൽ കരുതുന്ന ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാം അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. പരീക്ഷകൾ എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിക്കുകയും എല്ലാവിധ ഖൈറും സലാമത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീടുകളിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഭയങ്കര നഷ്ടം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചാൽ വലിയ ലാഭവും ഉണ്ടായേക്കാം. ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതുപോലെ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ പരിചയപ്പെടാൻ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വീട്ടിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 5 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.